നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വാഴൂരിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി വാഴൂർ 110 kV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. സബ്സ്റ്റേഷനിൽ പുതിയ ടവർ, 2 ട്രാൻസ്ഫോമർ, 6 പുതിയ 11 kV ലൈനുകൾ. ചെലവ് 11 കോടി രൂപ. ഐമനം വലിയമട വാട്ടർ ടൂറിസം പാർക്ക് തുറന്നു. വാട്ടർ ഫ്രണ്ട് ടൂറിസം നടപ്പാക്കിയത് 5.5 ഏക്കർ വിസ്തൃതിയുള്ള വലിയമട കുളം നവീകരിച്ച് പ്രവേശനം രാത്രി 11 മണി വരെ. നാട്ടകം പോളിടെക്നിക്കിന് സമീപം ബൊലേറോ ജീപ്പും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചു. 2 പേർ മരിച്ചു. മരണപ്പെട്ടത് തൊടുപുഴ സ്വദേശിയും ബീഹാർ സ്വദേശിയും. മാസപ്പടി കേസ് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ സംഭവം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. കോട്ടയത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. ചാണ്ടി ഉമ്മൻ MLA അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. വൈദ്യുതി പ്രസരണ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി വിഭാവനം ചെയ്ത ട്രാൻസിറ്റ് പദ്ധതി നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്ത് 250 കോടി രൂപയുടെ വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ കഴിയുമെന്ന് വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വാഴൂർ 110 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വൈദ്യുതി മന്ത്രി. 11 കോടി രൂപ ചെലവഴിച്ചാണ് സബ്സ്റ്റേഷൻ നിർമ്മിച്ചത്. വാഴൂരിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി വാഴൂർ 110 kV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. വാഴൂർ പ്രദേശത്ത് പതിവായുള്ള വൈദ്യുതി മുടക്കത്തിനും വോൾട്ടേജ് ക്ഷാമത്തിനും പരിഹാരമെന്ന നിലയിലാണ് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിച്ചത്. പള്ളം 220 kV സബ്സ്റ്റേഷനിൽ നിന്നും കാഞ്ഞിരപ്പള്ളി 110 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന ലൈനിൽ വാഴൂർ സബ്സ്റ്റേഷൻ പരിസരത്ത് പുതുതായി ടവർ സ്ഥാപിച്ച് LILO മാതൃകയിലാണ് പുതിയ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. പുതിയ സബ്സ്റ്റേഷനിൽ 12.5 MVAയും 10 MVAയും ശേഷിയുള്ള 2 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6 പുതിയ 11 kV ലൈനുകളാണ് വൈദ്യുതി പുറത്തേക്ക് കൊണ്ടുപോകാനായി നിർമ്മിച്ചിട്ടുള്ളത്. വാഴൂർ സെക്ഷന് പുറമെ പത്തനാട്, മണിമല, പള്ളിക്കത്തോട്, പൊൻകുന്നം എന്നിവിടങ്ങളിലെ 38,000 ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വൈദ്യുതി ലഭിക്കും. 11 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സബ്സ്റ്റേഷൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി പ്രസരണ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി വിഭാവനം ചെയ്ത 10,000 കോടി രൂപ ചെലവ് വരുന്ന ട്രാൻസിറ്റ് പദ്ധതി നിലവിൽ വരുന്നതോടെ 250 കോടി രൂപയുടെ വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ കഴിയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രസരണ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി വിഭാവനം ചെയ്ത 10,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ട്രാൻസ്മിറ്റ് പദ്ധതി നടപ്പാക്കുക വഴി പ്രതിവർഷം 521 ദശലക്ഷം യൂണിറ്റ്, അതായത് ഉദ്ദേശം 250 കോടി രൂപ തുല്യമായി വൈദ്യുതി നഷ്ടം കുറയ്ക്കുവാനും വരുന്ന 25 വർഷത്തേക്ക് പ്രസരണ ആവശ്യകത നിറവേറ്റുന്നതിനും വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിനും ഗുണമേന്മയുള്ള വൈദ്യുതി സ്ഥിരതയുടെ ഉറപ്പാക്കുന്നതിനും വിഭാവനം ചെയ്യുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അധ്യക്ഷനായി. സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെയുള്ളവരുടെ നിസ്സീമമായ സഹകരണം ഉണ്ടായതായി ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ബഹുമാന്യരായ ഉദ്യോഗസ്ഥന്മാരോടും ജനപ്രതിനിധികളോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ പല കാലഘട്ടത്തിലായി ഇതേ കടന്നുപോയ വൈദ്യുതി ബോർഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുൾപ്പെടെയുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുടെയും CEമാരുടെയും ഒക്കെ നല്ല ഇടപെടൽ, ബോർഡ് അംഗങ്ങളുടെയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ബോർഡ് അംഗങ്ങളുടെയും ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ പദ്ധതിയെ ഒരു യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ സഹായിച്ചു എന്നുള്ളത് സന്തോഷപൂർവ്വമാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഈ കാര്യത്തിൽ കാണിച്ച വലിയ ജാഗ്രതയും ഇടപെടലും അവരുടെയൊക്കെ വലിയ പിന്തുണയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തുടർന്ന് ഡോക്ടർ N. ജയരാജ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മണി, വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലിൽ, കങ്ങഴ പഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീഗം KS, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ഗീത S. പിള്ള, D. സേതുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. KSEB ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഐമനം പഞ്ചായത്തിലെ വലിയമട വാട്ടർ ടൂറിസം പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഐമനം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് പൂർത്തീകരിച്ച വലിയമട വാട്ടർ ടൂറിസം പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 4.85 കോടി രൂപ മുടക്കിയാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് വലിയമട വാട്ടർ പാർക്ക് പൂർത്തീകരിച്ചത്. ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 5.5 ഏക്കർ വിസ്തൃതിയുള്ള വലിയമട കുളം നവീകരിച്ചാണ് വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതി നടപ്പാക്കിയത്. കളർ മ്യൂസിക്, വാട്ടർ ഫൗണ്ടൻ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ഫ്ലോട്ടിംഗ് വാക്ക്വേ, പെഡൽ ബോട്ടിംഗ്, ഫിഷിംഗ്, കുട്ടികൾക്കുള്ള കളിയിടം, പൂന്തോട്ടം, പക്ഷി നിരീക്ഷണം, മ്യൂസിക് ഷോകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കേരളീയ ഭക്ഷണം, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ ഫുഡ് തുടങ്ങി നിരവധി രുചിഭേദങ്ങളും ഇവിടെയുണ്ട്. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഐമനത്തും കുമരകത്തും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും സായാഹ്ന വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള മികച്ച അന്തരീക്ഷമാണ് വലിയമട വാട്ടർ ടൂറിസം പാർക്കെന്ന് മന്ത്രി പറഞ്ഞു. ഈ
പ്രദേശത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കിക്കൊണ്ട് ഐമനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പടിഞ്ഞാറൻ തീരത്ത്, പ്രത്യേകിച്ചും കുമരകം ഐമനം ആഗോള ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഡെസ്റ്റിനേഷനാണ്. ആ പ്രദേശത്ത് ഭാവിയിൽ ഇവിടെ എത്തിച്ചേരുന്ന ഹോം സ്റ്റേയിൽ വന്ന് താമസിക്കുന്നവർക്കും സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോൾ അവർക്ക് സായാഹ്നങ്ങളിൽ വിനോദ ഉപാധികളിൽ ഏർപ്പെടാനുള്ള അവസരമൊരുക്കിക്കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. രാത്രി 11 മണി വരെ പാർക്കിൽ പ്രവേശനമുണ്ടായിരിക്കും. പ്രവേശന ഫീസ് 50 രൂപയാണ്. അധികം വിനോദങ്ങൾക്ക് പ്രത്യേക ഫീസും ഈടാക്കും. ചടങ്ങിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം, DTPC സെക്രട്ടറി ആതിര സണ്ണി, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MC റോഡിൽ നാട്ടകം പോളിടെക്നിക്കിന് സമീപം ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കണ്ടെയ്നർ ലോറിയും ബൊലേറോ ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. തൊടുപുഴ സ്വദേശി സാനുഷ്, ബീഹാർ സ്വദേശി കനയ്യ എന്നിവരാണ് മരിച്ചത്. MC റോഡിൽ കോട്ടയം നാട്ടകം പോളിടെക്നിക്കിന് സമീപം ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. തൊടുപുഴ മണക്കാട് സ്വദേശിയായ 42-കാരനായ സാനുഷ്, ബീഹാർ സ്വദേശിയായ 34-കാരൻ കനയ്യ എന്നിവരാണ് പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ബൊലേറോ ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന 5 പേരിൽ 2 പേരാണ് മരണപ്പെട്ടത്. മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോട്ടയം ഭാഗത്തു നിന്നും പള്ളം ബോർമ കവലയിലുള്ള VRL ലോജിസ്റ്റിക് എന്ന സ്ഥാപനത്തിലേക്ക് പോയ കണ്ടെയ്നർ ലോറിയും ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന് കോട്ടയത്തേക്ക് പോയ ബൊലേറോ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ദിശ തെറ്റി കയറി വന്ന ജീപ്പ് ലോറിയുടെ മുന്നിൽ ഇടിച്ച് മുൻഭാഗം പൂർണ്ണമായും തകരുകയായിരുന്നു. അപകടം കണ്ട നാട്ടുകാർ ചേർന്ന് ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത്. തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്റീരിയർ ഡെക്കറേഷൻ കരാറുകാരനായ സാനുഷും സംഘവും തിരുവനന്തപുരത്തെ വർക്ക് കഴിഞ്ഞ് തൊടുപുഴയിലേക്ക് മടങ്ങുന്ന വഴിയാണ് ദാരുണാന്ത്യം. സാനുഷാണ് വാഹനം ഓടിച്ചിരുന്നത്. പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് റോഡിൽ കുടുങ്ങിയ വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് നീക്കിയത്. ചിങ്ങവനം പോലീസും കോട്ടയത്തു നിന്നുള്ള അഗ്നിരക്ഷാ സംഘവും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മാസപ്പടി കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ്. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധിച്ച ചാണ്ടിയുമ്മൻ MLA പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രവർത്തകർക്കൊപ്പം MLA റോഡിൽ കുത്തിയിരുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിൽ പ്രതിഷേധം. ചാണ്ടി ഉമ്മൻ MLAയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചപ്പോഴാണ് ചാണ്ടി ഉമ്മൻ MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധിച്ച നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇവിടെ ാണെന്നോർത്തോളൂ. കോട്ടയം കളക്ട്രേറ്റിലേക്കായിരുന്നു മാർച്ച്. കളക്ട്രേറ്റ് കവാടത്തിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിനെ തുടർന്നാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നത്. 9 വർഷം കൊണ്ട് LDF സർക്കാർ ഉറപ്പാക്കിയിരിക്കുന്നത് അഴിമതി മാത്രമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. LDFും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ മൗനം തുടരുന്ന സാഹചര്യത്തിൽ മടിയിൽ കനമുണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരുമെന്ന് ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി മൗനം പാലിക്കുക. ഓർമ്മയുണ്ടല്ലോ, UDFന്റെ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷം ഇന്ന് ഒരക്ഷരം മിണ്ടാതിരിക്കുക. എവിടെ പോയി ഇടതുപക്ഷത്തിന്റെ കപട ധാർമ്മികത? എവിടെ പോയി? ഇപ്പൊ പുതിയൊരു ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ടല്ലോ, MA ബേബി. അദ്ദേഹത്തിന് എന്താ ഒരു അക്ഷരം പറയാൻ സാധിക്കാത്തതിനെതിരെ? എന്തുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കൊന്നും പറയാൻ പറ്റുന്നില്ല? ഗൗരവമായ ആരോപണം വന്നിട്ടും ഒരക്ഷരം പറയുന്നില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും വിട്ടൂടെ? അതുപോലും വിടുന്നില്ലല്ലോ. അപ്പോൾ മടിയിൽ ഖനമുണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊടുങ്ങൂരമ്മയ്ക്ക് നാളെ പള്ളിവേട്ട. രാവിലെ ശ്രേഷ്ഠമായ ശ്രീബലി എഴുന്നള്ളിപ്പും വൈകുന്നേരം കാഴ്ച ശ്രീബലിയും അരങ്ങേറും.
കൊടുങ്ങൂർ ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. നാളെയാണ് കൊടുങ്ങൂരമ്മയ്ക്ക് പള്ളിവേട്ട. നാളെ രാവിലെ 8:30 മുതൽ 11:30 വരെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ കാഴ്ചശ്രീബലിയും അൻബലിയുമാണ് ചടങ്ങുകൾ. തിരുവുത്സവത്തിന്റെ 8ാം ദിവസമായിരുന്നു ഇന്ന്. രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പിന് ശേഷം ശ്രേഷ്ഠമായ ഉത്സവബലിയും ദർശനവും നടന്നു. തിരുവുത്സവത്തിന്റെ 2ാം ദിനം ആരംഭിച്ച ഉത്സവബലി ചടങ്ങുകൾ ഇന്ന് സമാപിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഉത്സവബലി തൊഴുത് ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ സുമേഷ് ഡി ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ പുതുപ്പള്ളി കൊച്ചുമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് CPM ഏരിയ കമ്മിറ്റി അംഗം സജേഷ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സിവിൽ എക്സൈസ് ഓഫീസർ സുമേഷ് ഡി ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ഡിവൈഎഫ്ഐ പുതുപ്പള്ളി മേഖലാ സെക്രട്ടറി പ്രവീൺ മോഹൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാരക വിപത്താണ് മയക്കുമരുന്ന് സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ നിതിൻ ചന്ദ്രൻ, മേഖലാ പ്രസിഡന്റ് അക്കു സുജി, യൂണിറ്റ് സെക്രട്ടറി അനന്തു സജി, പ്രസിഡന്റ് ജോബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാനസികാരോഗ്യം പ്രമേയമാക്കി ഹോപ്പ് ഇൻ എവരി സ്റ്റെപ്പ് എന്ന ഹാഷ്ടാഗോട് കൂടിയുള്ള ദമ്പതികളുടെ കാൽനട പ്രചരണ യാത്ര പാലായിലെത്തി. തിരുവനന്തപുരത്തു നിന്നും മാർച്ച് 26-നാണ് ഇവർ യാത്ര ആരംഭിച്ചത്. മെയ് 7-ന് കാസർഗോഡ് സമാപിക്കും. മാനസിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത. മാനസികാരോഗ്യം നിലനിർത്തുവാനും വളർത്തുവാനും എങ്ങനെയൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്ന അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശി ആന്റണി ജോഷി, ഭാര്യ അനില എന്നിവർ കാൽനട പ്രചരണ യാത്ര നടത്തുന്നത്. കഴിഞ്ഞ മാർച്ച് 26-ന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര 260 കിലോമീറ്റർ സഞ്ചരിച്ച് പാലായിലെത്തി. യാത്രയിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ക്ലാസുകൾ കൊടുക്കാൻ സാധിച്ചതായി ഇവർ പറയുന്നു. മാനസിക ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശ്നമുണ്ടായാൽ ആ ചിന്തയെ മറികടക്കാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്ന സന്ദേശവുമാണ് ഇവർ യാത്രയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഹോപ്പ് ഇൻ എവരി സ്റ്റെപ്പ് എന്ന ഹാഷ്ടാഗോട് കൂടി മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം പറയുന്ന ഒരു യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് മാർച്ച് 26-ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര നടന്ന് ഏകദേശം 260 കിലോമീറ്റർ താണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നു. മെയ് 7-ന് കാസർഗോഡ് അവസാനിക്കും. യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികാരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതാണെന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മടി വെച്ച് ഒളിപ്പിച്ച് വെച്ച് സപ്രസ് ചെയ്ത് ആത്മഹത്യയിലേക്കോ ഡ്രഗിലേക്കോ പോകാതെ അത് തുറന്നു പറഞ്ഞ് ചികിത്സ നേടാൻ മടി കാണിക്കരുത് എന്നൊരു മെസ്സേജുമാണ് നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വഴികളിലുടനീളം നമ്മൾ ക്ലാസ്സുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കും ഇൻഡിവിജ്വലി ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നു. ആളുകളിൽ മാനസിക ആരോഗ്യത്തെ പറ്റിയുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോപ്പ് ഇൻ എവരി സ്റ്റെപ്പ് എന്ന ഹാഷ്ടാഗോട് കൂടിയുള്ള ഈ യാത്രയുടെ ഉദ്ദേശം. പാലായിൽ എത്തിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ നിരവധി പേരുടെ പിന്തുണ ലഭിച്ചതായി അവർ പറയുന്നു. താമരശ്ശേരി GCIയുടെ പ്രസിഡന്റ് കൂടിയാണ് അനില. യാത്രയിൽ എവിസൺ ജോസ്, അഡ്വക്കേറ്റ് ജോസ് ചന്ദ്രത്തിൽ, സിജോ സക്രിയ എന്നിവരും പാലായിൽ ഇവരോടൊപ്പം ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 480 രൂപ കുറഞ്ഞു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 65,800 രൂപയായി. ഗ്രാമിന് 8,225 രൂപ. ഇന്നലെ പവന് 200 രൂപ കുറഞ്ഞിരുന്നു. പാലാ ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിപുലമായ സംവിധാനം ഒരുക്കി. ആയുഷ് വകുപ്പിന് കീഴിലുള്ള എല്ലാ വിഭാഗങ്ങളിലും ഡോക്ടർമാരെ കാണുന്നതിനായി കൺസൾട്ടന്റ് തുക സൗജന്യമാക്കി. പാല മാർസ്ലിവ മെഡിസിറ്റിയിൽ ആയുഷ് വകുപ്പിന് കീഴിലുള്ള ആയുർവേദ ചികിത്സാ വിഭാഗത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ക്രമീകരിച്ചു. കൺസൾട്ടന്റ് ഡോക്ടർ പൂജ ടി അമലിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അനീഷ് കുര്യാസ്, ഡോക്ടർ അനു ടി, ഡോക്ടർ മേഘ എസ് എന്നിവരുടെ സേവനം ലഭ്യമാണ്. ആയുർവേദ രംഗത്തെ പരിചയസമ്പന്നരായ സർട്ടിഫൈഡ് തെറാപ്പിസ്റ്റുകളും ഉൾപ്പെടുന്നതാണ് മാർസ്ലിവ മെഡിസിറ്റിയിലെ ആയുർവേദ വിഭാഗം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുർവേദ ചികിത്സയ്ക്കായി രോഗികൾ എത്തിച്ചേരുന്നുണ്ട്. ഉന്നത നിലവാരമുള്ള ഉപകരണങ്ങളോട് കൂടിയ പഞ്ചകർമ്മ തിയേറ്ററുകൾ, മികച്ച ഔഷധങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണ ആയുർവേദ ചികിത്സ ആശുപത്രിയിൽ ലഭ്യമാണ്. മികച്ച സൗകര്യങ്ങളുമുള്ള മുറികളും ഉചിതമായ മരുന്നുകളോടുകൂടിയ ആയുർവേദ അടുക്കളകളും ആയുർവേദ വിഭാഗത്തിനായി ക്രമീകരിച്ചിട്ടുണ്ട്. നാഡി, അസ്ഥി, പേശികൾ, സന്ധി എന്നിവയുടെ ചികിത്സ, ഗൈനക്കോളജിക്കൽ, പീഡിയാട്രിക്സ്, പ്രസവ
പ്രസവാനന്തര പരിചരണം, അലർജി, ജീവിതശൈലി രോഗങ്ങൾ, മുടി, ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും ചികിത്സകൾ ലഭ്യമാണ്. കർക്കിടകമാസ ചികിത്സകൾ, സമഗ്ര ആരോഗ്യ പരിചരണത്തിനുള്ള ചികിത്സ എന്നിവയും ലഭ്യമുണ്ട്. ആധുനിക ചികിത്സകൾക്ക് പുറമെ മാർസിലോവ മെഡിസിറ്റിയിൽ ആയുഷ് വകുപ്പിന് കീഴിൽ ആയുർവേദം, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, സിദ്ധ എന്നീ വിഭാഗങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ആയുഷ് വകുപ്പിന് കീഴിലുള്ള എല്ലാ വിഭാഗങ്ങളും ഡോക്ടർമാരെ കാണുന്നതിനായി കൺസൾട്ടേഷൻ തുക സൗജന്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയായ ശ്രവണം 2025ന്റെ ഭാഗമായി വയോജനങ്ങൾക്കായി ഇയർഫോണുകൾ വിതരണം ചെയ്തു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. 122 ഗുണഭോക്താക്കൾക്കായി 167 ഇയർഫോണുകളാണ് വിതരണം ചെയ്തത്. അന്യായമായ കോർട്ട് ഫീസ് വർധനയ്ക്കെതിരെ അഡ്വക്കേറ്റുമാർ നിൽപ്പ് സമരം നടത്തി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പാലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലാ കോടതി സമുച്ചയത്തിൽ നടത്തിയ നിൽപ്പ് സമരം മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് KR ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മനോജ് കച്ചിറമറ്റം അധ്യക്ഷനായി. കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ BJP വിമതന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. 5ാം വാർഡംഗം CPMലെ EM ബിനു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. BJP ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 9ാം വാർഡംഗം KG വിജയനാണ് LDFനൊപ്പം നിന്നത്. അറിയിപ്പ്: ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ ഉഷ്ണതരംഗം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. ഫോൺ 048125644623. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ തെരഞ്ഞെടുക്കുന്നതിനായി ഏപ്രിൽ 10 പകൽ 11 മണിക്ക് അഭിമുഖം നടത്തുന്നു. ഓപ്പൺ, നോൺ പ്രയോറിറ്റി 1, പട്ടികജാതി 1 എന്നിങ്ങനെ 2 ഒഴിവുകളാണുള്ളത്. ബന്ധപ്പെട്ട ട്രേഡിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NTC, NAC 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം ഹാജരാകണം. ഫോൺ 0481251066. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴൂരിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി വാഴൂർ 110 kV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. സബ്സ്റ്റേഷനിൽ പുതിയ ടവർ, 2 ട്രാൻസ്ഫോമർ, 6 പുതിയ 11 kV ലൈനുകൾ. ചെലവ് 11 കോടി രൂപ. ഐമനം വലിയമട വാട്ടർ ടൂറിസം പാർക്ക് തുറന്നു. വാട്ടർ ഫ്രണ്ട് ടൂറിസം നടപ്പാക്കിയത് 5.5 ഏക്കർ വിസ്തൃതിയുള്ള വലിയമട കുളം നവീകരിച്ച് പ്രവേശനം രാത്രി 11 മണി വരെ. നാട്ടകം പോളിടെക്നിക്കിന് സമീപം ബൊലേറോ ജീപ്പും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചു. 2 പേർ മരിച്ചു. മരണപ്പെട്ടത് തൊടുപുഴ സ്വദേശിയും ബീഹാർ സ്വദേശിയും. മാസപ്പടി കേസ്, മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ സംഭവം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. കോട്ടയത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. ചാണ്ടി ഉമ്മൻ MLA അറസ്റ്റിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.